കൊലപാതകം മാധ്യമങ്ങളാകെ കൊട്ടിഘോഷിച്ചതിന് ശേഷമാണ് ഈ ഒരു കൊലപാതകം വരുന്നത്. TP ചന്ദ്രശേഖരൻ. അതിനുശേഷം മാധ്യമങ്ങളാകെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കതിരൂരിലെ മനോജ്. ഈ രണ്ട് കൊലപാതകങ്ങൾക്കും ഇടയ്ക്ക് 6 കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു. ഈ നാരായണൻ നായർ എന്ന ഒരു പാവപ്പെട്ട വൃദ്ധനെ RSS പ്രവർത്തകർ വീട്ടിനകത്ത് കയറി അരിഞ്ഞു വീഴ്ത്തിയതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കോർപ്പറേഷൻ ഹാളിൽ ഈ മൃതശരീരം കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ ശ്രീമാൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള ഈ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തുകൊണ്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല? TP ചന്ദ്രശേഖരൻ എന്ന വ്യക്തി മരിച്ച് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം വളരെ പാഞ്ഞാണെത്തിയത്. എന്തുകൊണ്ട് CPM പ്രവർത്തകർ മരിക്കുമ്പോൾ അന്വേഷണങ്ങളില്ല, ജുഡീഷ്യൽ അന്വേഷണമില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നില്ല, CBI വരുന്നില്ല? എന്തുകൊണ്ടാണ്? തൃശ്ശൂരെ ലാൽജിയുടെ വധത്തിൽ ഒരു മന്ത്രി നേരിട്ടാണ് ഇതിന് ഗൂഢാലോചന നടത്തിയതെന്ന് ഈ കൊല്ലപ്പെട്ട ആളുടെ അമ്മ ഇന്നലെ കൂടി മാധ്യമങ്ങളോട്, ഏഷ്യാനെറ്റ് ന്യൂസിനോട് അടക്കം പറയുന്നുണ്ട്. അതായത് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മരണത്തിൽ പോലും തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ള പരാതി അപ്പുറത്ത് നിലനിൽക്കുമ്പോഴാണ് ഈ കാര്യത്തിൽ ഇനി രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകാതിരിക്കാനുള്ള ഭരണപരമായ നടപടി എടുക്കുന്നത്. ലാൽജിയുടെ അമ്മ അതിന്റെ കാരണങ്ങളും വ്യക്തതയും നിരത്തി മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ പെറ്റീഷൻ കൊടുത്ത് അതിന്റെ മുകളിൽ നടപടി ഗവൺമെന്റ് സ്വീകരിക്കട്ടെ. എത്ര ദയനീയമാണ് സിദ്ദിഖിന്റെ ഈ വാദഗതി. ഇത് കാണുന്ന കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ എന്താ കരുതുക? സിദ്ദിഖ് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളായ മധുവിന്റെയും ലാൽജിയുടെയും ജീവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. ലാൽജിയുടെ അമ്മയാണ് വാർത്താ സമ്മേളനം നടത്തി പറയുന്നത്. അപ്പോ സിദ്ദിഖിന്റെ ന്യായം എന്താ? അതിന്റെ കാരണവും കാര്യവും യുക്തിയും എല്ലാം ഉൾപ്പെടെയുള്ള പരാതി എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി കൊടുക്കട്ടെ എന്നാണ്. എന്നാ ഞങ്ങൾ ആലോചിക്കാനാണ്. ആ പരാതി ഞങ്ങൾ ആലോചിക്കാന്നല്ല, അല്ല ആ പരാതി കൊടുത്തിരിക്കുന്നു. അത് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ അതൊന്നും വേണ്ട. ഇതിവിടെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്നോളം നടന്ന കൊലപാതകങ്ങളിൽ ഏത് കൊലപാതകമാണ് നടന്ന് 3-ാം ദിവസം CBI കൂട്ടത്? സിദ്ദിഖിന്റെ പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ലേ? എത്ര പേരുടെ കൊന്ന ചോര നിങ്ങളുടെ കയ്യിലുണ്ട്? നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നിട്ട് കെ സുധാകരന്റെ പ്രസംഗം എന്താ? ഒരുത്തനെ വെടിവെച്ചിട്ടിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, പ്രസംഗിക്കാൻ മൈക്ക് കൂടി. എന്താ മറ്റൊരു വേദിയിലെ പ്രസംഗം? ഒരു മാർക്സിസ്റ്റുകാരനെ കൊന്ന അവന്റെ കുടൽമാലയുമായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ DCC ആഫീസിലേക്ക് കടന്നു വന്നാൽ ഞാൻ അവനെ പൂമാലയിട്ട് സ്വീകരിക്കും. എന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. ഞാൻ എന്തെങ്കിലും പറയുന്നു. ഇതാണ് ഈ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം. ജനാധിപത്യം പറയുന്നത്. DCC ആഫീസിന്റെ മൂലയിലെ ബോംബ് ശേഖരത്തിൽ ഇരുന്ന് മുഖം മറച്ചിട്ടൊരാൾ ഇതാ ഞങ്ങൾ 3 തരം ബോംബ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേയിൽ വന്നതാ, രഹസ്യമല്ല. ഇപ്പൊ ഈ CPMന്റെ പങ്ക് ഇതിനകത്ത് ആരോപിക്കപ്പെടുന്നതിൽ പ്രധാന ഘടകം വിക്രമൻ എന്ന വ്യക്തിയാണ്. വിക്രമന് CPMുമായി ബന്ധമുണ്ടെങ്കിൽ, വിക്രമനാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതെങ്കിൽ ഈ പറയുന്ന CPMന് നേരെ ചൂണ്ടുന്ന വിരൽ എങ്ങനെ നിങ്ങൾ ഒടിക്കും? ഏത് വിക്രമൻ? ഞാൻ പറയുന്നത് വിക്രമൻ എന്ന് പറയുന്ന ഒരാൾക്ക് പങ്കുണ്ടെങ്കിൽ അയാളെ പിടിക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലല്ലേ? സിദ്ദിഖിന് അറിയുണ്ടാവും, അത് പറയാത്തതാ. ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലാ. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാനെ വെട്ടിക്കൊന്നത് ഈ കേരളത്തിലാ. അവരുടെ ചോര വീണ മണ്ണാണിത്. എന്നിട്ട് ആ മണ്ണിൽ ചവിട്ടി നിന്നിട്ടാണ് നമ്മൾ സമാധാന പ്രസംഗം നടത്തുന്നത്. കൊല്ലപ്പെട്ടവരൊക്കെ CPM ആവുമ്പോൾ പ്രശ്നമില്ല. CPMകാരന്റെ കൊലപാതകത്തെ സംഗീതം പോലെ ആസ്വദിക്കുകയും CPMകാരല്ലാത്തവരുടെ കൊലപാതകം നടന്നാൽ ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യുന്ന പ്രതിയാണ് എന്നതുകൊണ്ട് പോലും അത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന രാജേഷിന്റെ നീതിബോധത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ കോടതി ശിക്ഷിക്കുമ്പോൾ പ്രതിയാണെന്ന് കാണാൻ പറ്റുന്നില്ല, പ്രതിയാകുമ്പോഴേ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ കൊല്ലപ്പെട്ട മനോജ് ഇവിടെ കൊലക്കേസിലെ പ്രതികളുമുണ്ട്. BJPയിൽ ആവോളമുണ്ട്. ഇവിടെ നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ഈ ഇരട്ട. നിങ്ങൾ ഇടപെടും, ഞാൻ ഇടപെടാറില്ല. നിങ്ങൾ ഇത് ഇവിടെ പ്രകോപിതനായി. നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാ എന്താ സ്വാതന്ത്ര്യ സമരം നടത്തിയ കേസിലെ പ്രതിയാ? ആളെക്കൊന്ന കേസിലെ പ്രതിയല്ലേ? അഖിലേന്ത്യാ പ്രസിഡന്റായ ഞാനിത് അറിയാത്തോണ്ടല്ല. പിണറായി വിജയനെ നിങ്ങൾ തിരികെ കൊണ്ടുപോകാൻ അയാൾ പറയട്ടെ. ഞാൻ സംസാരിക്കുമ്പോഴല്ല നിങ്ങൾ പറയുന്നത്. എന്തിന് പ്രകോപിതനാവണം? CPIM നേതാക്കന്മാർ പണ്ട് ചമയ്ക്കപ്പെട്ട കള്ളക്കേസുകൾ പ്രതിയായതിനെയാണ് രാജേഷ് സൂചിപ്പിച്ചത്. അത് കേട്ടത് എന്റെ മറുപടിയാണ് പറയുന്നത്. അത് പഴയ കേസ് നിങ്ങൾ പറയുന്നു, കോടതി അവരെല്ലാം വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കോടതിയിൽ പ്രതിയായി നിൽക്കുന്നു നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? പറയുമ്പോൾ ഇതിന് എന്റെ വെക്കിട്ട് കയറുന്നത്. നിങ്ങൾ ഏകപക്ഷീയമായി കൊന്നു മുന്നേറിയാൽ നിങ്ങൾക്ക് നല്ല കാര്യം, അത് മാറ്റിവെക്ക്. നിങ്ങളും കൊല്ലാൻ പാടില്ല, ഞങ്ങളും കൊല്ലാൻ പാടില്ല, നമ്മൾ ആരും മരിക്കാൻ പാടില്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം ആദർശാത്മകമായി മുന്നോട്ട് പോകണം. നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായാൽ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരും സ്വീകരിക്കണം. അത് പറയാൻ എന്താ നിങ്ങൾക്ക് മടി? കാര്യം മാത്രം അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ്
സംസ്ഥാന സർക്കാർ ഇതൊരു കേന്ദ്ര അന്വേഷണത്തിന് വിട്ടതെന്നുള്ള വാദം അംഗീകരിക്കും. CBI-യിലേക്ക് നമുക്ക് വരാം. CBI അന്വേഷിച്ച ഏത് ക്രിമിനൽ കേസാണ് കേരളത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്? സോമൻ വധക്കേസ് ശിക്ഷിച്ചോ? സുജാത വധക്കേസ് ശിക്ഷിച്ചോ? പോളക്കുളം വധക്കേസ് ശിക്ഷിച്ചോ? പനയാൽ നാരായണൻ നായർ കേസ് ശിക്ഷിച്ചോ? ചേമഞ്ചേരി ഇരട്ടക്കൊലപാതക കേസ് ശിക്ഷിച്ചോ? മടിക്കൈ നാരായണൻ നായർ കേസ് ശിക്ഷിച്ചോ? ഏറ്റവും ഒടുവിൽ നമ്മുടെ രാഹുലിന്റെ തിരോധാനം എല്ലാം പോട്ടെ, കേരള പോലീസിനെ കവച്ചു വെച്ച് CBI കൊണ്ടുവന്ന മുത്തൂറ്റ് ബോൾ കേസ് എന്തായി? ലോക്കൽ പോലീസിന്റെ നിഗമനങ്ങളിൽ തന്നെ ചെന്നെത്തുക, അല്ലെങ്കിൽ കേസ് തെളിയിക്കപ്പെടാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുക, അതുമല്ലെങ്കിൽ കോടതിയിൽ തോൽക്കുക. ഇതാണ് CBI-യുടെ സ്ഥിതി. CBI എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാറുണ്ട്. ഇന്നലകളിൽ കോൺഗ്രസ്, ഇന്ന് BJP. ആ താല്പര്യം വെച്ചുകൊണ്ട് ഇവിടെ ഞങ്ങളെ അങ്ങ് സ്വർഗത്തിലേക്ക് അയക്കാമെന്നാണ് രാജേഷ് കരുതുന്നത്. പള്ളി പറഞ്ഞാൽ മതി, ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രയും